ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ടാമത് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു എലക്ഷൻ അനൗൺസ്മെൻറ്റ് വെഹിക്കിളിൻ്റെ ആനിമേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേക്കിംഗ് വീഡിയോ എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ ഉടൻ തന്നെ ചെയ്യുമെന്ന് നമ്മൾ അറിയിച്ചിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആദ്യമായിട്ട് ചാനൽ വിസിറ്റ് ചെയ്യുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ആൾ എന്നുള്ള നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. അപ്പോൾ നമ്മുടെ ഇലക്ഷൻ അടുത്ത് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ പ്രചരണങ്ങൾ പൂർണ്ണമായും സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകളിലൂടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരമൊരു പ്ലാറ്റ്ഫോം നല്ലതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വണ്ടിയും കൂടെ അനൗൺസ്മെൻറ്റും പിക്ചറും കൂടെ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഗ്രീൻ വീഡിയോ പറഞ്ഞ ഒരു സെഗ്മെൻ്റ് ഉണ്ട് യൂട്യൂബിൽ. അപ്പോൾ അതിൽ നിന്നെടുത്ത വണ്ടിയാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ പിക്ചറൊക്കെ നമ്മളെ വാട്സപ്പിൽ കൂടെ ഒക്കെ വന്ന പിക്ചറൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുക. ഇതിനായിട്ട് നമ്മൾ എഡിറ്റിംഗ് ആപ്പായ കിനെമാസ്റ്ററാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡാഷ്ബോർഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഡാഷ്ബോർഡിലേക്ക് നമുക്ക് ഈ ഇമേജ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് സെലക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഒരെണ്ണമല്ല, ഞാൻ 2-3 ഇമേജുകൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം ഞാൻ അതിൽ സെലക്ട് ചെയ്ത് വെച്ച് ഡാഷ്ബോർഡിലേക്ക് കയറ്റി. അത് കുറച്ച് ക്രോപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ ഇമേജ് ക്രോപ്പ് ചെയ്ത് കറക്റ്റ് ചെയ്തു. ഈ ഒരു വണ്ടിയാണ് നമ്മൾ, ഈ ഒരു കാരവാൻ അല്ല, ഈ ഒരു വാനാണ് നമ്മൾ ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ കാണാൻ സ്പീക്കറുണ്ട്, പിന്നെ ഒരു ഗ്രീൻ സ്ക്രീൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലും കുറച്ച് ക്രോപ്പ് ചെയ്ത് കറക്റ്റ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിൻ്റെ വൈറ്റ് ബാലൻസ് ഒന്ന് അറേഞ്ച് ചെയ്തു, അതിൻ്റെ ലൈറ്റ് ഒന്ന് അറേഞ്ച് ചെയ്തു, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിൻ്റെ കളറൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ബാക്ക്ഗ്രൗണ്ട് കളറ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് പിക്ചർ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഗാലറിയിലുള്ള ഒരു പിക്ചറാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ എംബ്ലം ഇതിൻ്റെ സൈഡിലായിട്ടൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളതൊന്ന് ക്രോപ്പ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിൽ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എംബ്ലം ക്രോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഫുൾ ലെങ്ത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് വയ്ക്കുകയാണ്. ഇനി നമുക്കിതൊക്കെ പിക്ചർ ആഡ് ചെയ്യാം. അതിപ്പോൾ നമ്മളെ സ്ക്രീനിൻ്റെ നമ്മുടെ ചാനൽ എംബ്ലം ചെയ്ത മാതിരി തന്നെയാണ്. നമ്മൾ ഇതൊക്കെ പിക്ചർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു മെസ്സേജും ആഡ് ചെയ്യുന്നില്ല. നമ്മുടെ ഇലക്ഷൻ വരും പോകും, സൗഹൃദം എന്നും നിലനിൽക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാട്സപ്പിൽ വന്നൊരു മെസ്സേജ്, ഒരു
സ്റ്റിക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റിക്കറാണ് ഇപ്പോൾ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ വാനിൽ. കാരണം നമുക്ക് പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ പാർട്ടിയോടും ഇതില്ല. നമ്മൾ വോട്ട് ചെയ്യുക മാത്രമാണ് ചെയ്യുക. അത് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ള പാർട്ടിക്ക് വോട്ട് ചെയ്ത് പോരും. ചിലപ്പോൾ നോട്ടൊക്കെ അടിക്കും. അങ്ങനെയാണ് നമ്മുടെയൊക്കെ ഒരു കാര്യം. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ നല്ലൊരു മെസ്സേജ് ജനങ്ങൾക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഇതിൽ നമുക്ക് ഈ വാനിൽ നമുക്ക് ഈ ഒരു സംഭവം സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് കറക്റ്റ് ഡയറക്ഷനിൽ ക്രോപ്പ് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നീട്ടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലൊരു സബ്സ്ക്രൈബ്, അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ, അങ്ങനെയുള്ളൊരു നമ്മുടെ വീഡിയോൻ്റെ എൻഡിലും നടുവിലൊക്കെ ആയിട്ട് കാണിക്കുന്ന ആ ഒരു സംഭവം നമുക്ക് ഈ ഒരു ഗ്രീൻ സ്ക്രീനിൽ കയറ്റി കൊടുക്കാം നമ്മുടെ വണ്ടിയിൽ. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നും കൂടിയാണ് നമ്മൾ ഇതിലിപ്പോൾ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വണ്ടിയിലേക്ക് കയറ്റുകയാണ്. അപ്പോൾ അതും മറ്റ് ഫോട്ടോ സെലക്ട് ചെയ്ത് വെച്ച മാതിരി തന്നെ അത് സെറ്റ് ചെയ്യാം. അത് അതിൻ്റെ ലെങ്ത്ത് അനുസരിച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് റെഡിയാക്കാം. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്കിത് മൊബൈലിൽ തന്നെ ഇങ്ങനെ ഒരു ആനിമേഷൻ ചെയ്ത് എടുക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ കൊണ്ട് എല്ലാവർക്കും വേണ്ടി നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം. പിന്നെ അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ ആയതുകൊണ്ട് സ്പെഷ്യലായിട്ട് ചെയ്തതാണ്. നമ്മൾ പലർക്കും അറിയില്ല. പലരുടെയും ഫേസ്ബുക്കിലും വാട്സപ്പിലും സ്റ്റാറ്റസൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് പലർക്കും അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നമ്മുടെ വണ്ടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ വണ്ടിയുടെ പിക്ചർ അതിലേക്ക് ഞാനൊരു അപ്പോൾ നമ്മുടെ വീഡിയോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഓടിങ്ങി ഞാൻ എൻ്റെ ഗാലറിയിൽ നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്ത ആ ഒരു മെസ്സേജാണ് ഇപ്പോൾ വണ്ടിയിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ പ്രത്യേകം പറയാം, ഇതിൽ അനൗൺസ്മെന്റ് ആഡ് ചെയ്തിട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ വീഡിയോന്റെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറയുന്ന പോലെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് പോകുക. പിന്നെ ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് കട്ടാവരുത്. ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓൺ ചെയ്ത് ആൾ എന്നുള്ള നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തൂ. താങ്ക് യു ഫോർ വാച്ചിങ്.